ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പൊ നല്ല മഴയാണ്. ഈ മഴയൊന്നും നമ്മുടെ പഠനത്തെ എവിടെയും ബാധിക്കാൻ പാടില്ല. നല്ല രീതിയിൽ തന്നെ ഇപ്പൊ എങ്ങനെയാണോ പഠിക്കുന്നത് അതേപോലെ തന്നെ എനർജിയോട് കൂടിയിട്ട് പഠിക്കുക. രാത്രിയൊക്കെ നമുക്ക് നന്നായിട്ട് പുതച്ചു മൂടി കിടന്നുറങ്ങാൻ തോന്നും, രാവിലെ ലേറ്റ് ആയിട്ട് എണീക്കാൻ തോന്നും, ഒക്കെ സ്വാഭാവികമാണ്. പക്ഷെ എന്ത് ചെയ്യാ, 1-2 ദിവസം കൂടി നമ്മളിങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമുള്ളൂ. പിന്നെ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പം എന്റെ കഷ്ടപ്പാടിന് ഫലമുണ്ടായി എന്ന് നമുക്ക് തോന്നണ്ടേ. അതിന് വേണ്ടിയിട്ട് ഈ ഒരു 1-2 ദിവസങ്ങൾ കൂടി നമ്മൾ എഫേർട്ട് എടുക്കുക. ഈ 2 ദിവസം നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, എങ്ങനെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ എല്ലാവരുടെ കയ്യിലും നോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് മാത്രം നോക്കുക, വേറെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോവരുത്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എങ്കിലും ചിലർ വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്കുകളും എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമിന്റെ തലേന്ന് തന്നെ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ കൊണ്ടുപോകുന്ന ബാഗ് ഏതാണോ ആ ബാഗിൽ ID കാർഡും ഹോൾ ടിക്കറ്റും 2 പെന്നും നിർബന്ധമായിട്ടും എടുത്തു വെക്കുക. അന്നത്തെ ദിവസം ഇതെല്ലാം കൂടി തിരക്ക് കൂട്ടി എടുത്തു വെക്കരുത്. ദയവ് ചെയ്ത് ഇന്നോ നാളെയോ ആയിട്ട് അല്ലെങ്കിൽ എക്സാമിന്റെ തലേന്നായിട്ട് നമ്മൾ ഇത് എടുത്തു വെച്ചേ പറ്റുള്ളൂ. എന്നിട്ട് ആ ബാഗും കൊണ്ട് തന്നെ വേണം എക്സാം ഹാളിൽ പോവാൻ. അല്ലാതെ അവിടുന്ന് കൈയിട്ട് കളിച്ച് ഹോൾ ടിക്കറ്റ് കീറോ അല്ലെങ്കിൽ പെണ്ണെടുക്കാൻ മറന്നു പോവോ അങ്ങനത്തെ കളികളൊന്നും പാടില്ല. നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർഡ് ആയിട്ട് ചെയ്തു വെക്കാം. പെന്നറിയാലോ, എഴുതിയിട്ടുള്ള പെന്ന് തന്നെ വേണം. മഷി ഒരുപാട് പുറത്തേക്ക് വരുന്നതോ എന്നാൽ തീരെ മഷി വരാത്തതോ ആയിട്ടുള്ള പെന്ന് എടുക്കരുത്. നമുക്കറിയാലോ ഈ പെന്ന് എനിക്ക് എഴുതാൻ ഇതാണ് സുഖം. നമുക്ക് എഴുതാനല്ല, നമുക്ക് കറുപ്പിക്കാനാണ്. ഓക്കെ, ആ ഒരു യൂസും കൂടി മനസ്സിലാക്കിയിട്ട് അതിന് പറ്റുന്ന 1-2 പെന്ന് നിർബന്ധമായിട്ടും എടുക്കാം. ഓക്കെ, ബോൾ പെൻ തന്നെ എടുക്കണം. പിന്നെ ഹോൾ ടിക്കറ്റ് കീറിയതോ നനഞ്ഞതോ ഒന്നും ആവാതെ നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചു വെക്കുക. ID കാർഡിന്റെ ഒരു കാര്യം പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മുമ്പേ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുപോയിട്ട് ഞാൻ പെട്ടുപോയതാണ്. അങ്ങനെ ഹാളിൽ നിന്ന് ഇറങ്ങി പോരേണ്ടി വന്നിട്ടുണ്ട്. യാതൊരുവിധ ദയാദാക്ഷിണ്യം അവർ കാണിക്കില്ല. അത് കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒറിജിനൽ തന്നെ കൊണ്ടുപോകണ്ടേ, ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുപോയിട്ട് എന്തോ കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് കാര്യങ്ങളൊന്നും ബാഗിൽ വെക്കേണ്ട, എല്ലാം മാറ്റി വെച്ചേക്കാം. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും നല്ലത് വോട്ടേഴ്സ് ID കൊണ്ടുപോകുന്നതായിരിക്കും. ഞാനതാണ് എപ്പോഴും കൊണ്ടുപോകാറ്. ഇതിന് മുമ്പ് എപ്പോഴോ കണ്ടിട്ടുണ്ട് ഒന്നിങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുപോയിട്ട് പെട്ടാബദ്ധം. അതുകൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാറില്ല. പിന്നെ ആധാർ കാർഡ് ഒരിക്കല് എൻ്റെ അടുത്തിരുന്നൊരു കുട്ടി എന്താ പറയാ, അതിലെന്തോ ഒരു വ്യത്യാസം, അഡ്രസ്സിൽ എന്തോ ഒരു വ്യത്യാസം, ഒറിജിനൽ അഡ്രസ്സും ആധാർ കാർഡിലെ അഡ്രസ്സും തമ്മിൽ എന്തോ ഒരു ചേഞ്ച്, എനിക്കറിയില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പൊ അത് നമുക്കൊരു പരിഭ്രാന്തി സൃഷ്ടിക്കും ആ ഒരു സമയത്ത്, അല്ലെ? കാരണം ആദ്യം നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ID വെരിഫിക്കേഷനൊക്കെയാണ്. ഇൻവിജിലേറ്റർ വന്നിട്ട് അതല്ലേ വെരിഫൈ ചെയ്യാം. നമ്മുടെ ഹോൾ ടിക്കറ്റും ID ഒക്കെ വെച്ചിട്ട് നമ്മളെ മുഖത്തേക്കൊക്കെ നോക്കി എല്ലാം വെരിഫൈ ചെയ്യുന്ന ഒരു സമയത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള സംസാരമാവും. അപ്പൊ അത് ഓൾറെഡി നമ്മുടെ ഇതിനെ ബാധിച്ചു കഴിഞ്ഞു, അല്ലെ? എന്നാൽ അത് നമുക്കൊരു ടെൻഷൻ അല്ലേ എന്തൊക്കെ പറഞ്ഞാലും. അപ്പൊ ആ കുട്ടിക്ക് അത് ടെൻഷനായിട്ടുണ്ടാവും. അതേപോലെ ഞാൻ എക്സാം എഴുതുമ്പം ആ ഹാളിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടീന്റെ പ്രൊഫൈലിലെ ഡേറ്റ് ഓഫ് ബർത്തും ഈ ഹോൾ ടിക്കറ്റിലാണോ എന്തോ ഒരു ഡേറ്റ് ഓഫ് ബർത്തിന്റെ കാര്യം പറയുന്നു. പ്രൊഫൈലിലെ ഡേറ്റ് ഓഫ് ബർത്തും അതേപോലെ കൊണ്ടുവന്ന ID-യിലെ ഡേറ്റ് ഓഫ് ബർത്തും വ്യത്യാസമുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് പിന്നെ ഡിസ്കഷനായി. വേറെ ഒരാൾ ഹാളിലേക്ക് വരുന്നു, ഇതേ കാര്യം അവരോട് അന്വേഷിക്കുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റിപ്പോയെന്ന് ആ കുട്ടീനോട് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അപ്പൊ എന്താണ്, അതൊക്കെ എക്സാമിനെ നമുക്ക് ബാധിക്കും, അല്ലെ? അതുകൊണ്ട് അങ്ങനത്തെ മിസ്റ്റേക്കുകളൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തി നമ്മുടെ പ്രൊഫൈലിൽ എന്താണോ നമ്മൾ കൊടുത്തത് അതിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ള ID തന്നെ എടുത്തിട്ട് പോവുക. ഓക്കെ, അത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉറപ്പായിട്ടും നമ്മൾ അത് എഫക്ട് ചെയ്യും ആ സമയത്ത്. അയ്യോ, ഞാൻ കൊണ്ടുവന്ന പ്രൂഫ് വെരിഫൈഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെയുള്ള ടെൻഷനൊക്കെ നമ്മളെ ആ സമയത്ത് ബാധിക്കും. ഓക്കെ, അപ്പൊ ID കൊണ്ടുപോകുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം, നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ID, ഹോൾ ടിക്കറ്റ്, പെന്ന് ഇത് മസ്റ്റാണ്. വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. വേറെ എന്താ വേണ്ടത്? പിന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഹാളിൽ കൊണ്ടുപോകുന്ന കാര്യമാണ് വാട്ടർ ബോട്ടിൽ. വാട്ടർ ബോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബോട്ടിൽ തന്നെ കൊണ്ടുപോകണം. അല്ലാതെ എഴുത്തും കുത്തും എന്നുള്ളത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാച്ച്. ഈ വാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികം വാച്ച് കെട്ടുന്നവരായിരിക്കും. നമ്മൾ എക്സാം ഹാളിൽ എത്തുന്നവരെ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ വാച്ച് ഉണ്ടാവും. ആ സമയത്ത് അത് അഴിച്ച് ബാഗിൽ വെക്കേണ്ടതാണ്. ഞാൻ വെച്ചില്ല. ഞാൻ എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ പറയാം. വാച്ചിന്റെ കാര്യം, വാച്ച് കെട്ടാൻ ആവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. വാച്ച് കെട്ടാൻ പാടില്ല. ഓക്കെ, പിന്നെ സമയം കറക്റ്റ് ആക്കി നിങ്ങൾ ഒന്നും ചെയ്യരുത്. അതായത് എക്സാം ഹാളിൽ നമുക്കറിയാം തന്നിരിക്കുന്ന സമയത്തിന് അരമണിക്കൂർ മുമ്പേ നമ്മൾ അവിടെ എത്തണം.
1 മണിയാകുമ്പോൾ നമ്മൾ അവിടെ എത്തണമല്ലോ. ഓക്കെ, അതാണ് നല്ലത്. ആ സമയത്ത് നമുക്ക് നമ്മുടെ നമ്പർ നോക്കി ഏത് ഹാളിലാണ് എക്സാം എഴുതേണ്ടതെന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു സമയമാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അത് നോക്കി വെക്കാം. ശേഷം എന്താ നിങ്ങൾക്ക് പുറത്ത് നിന്ന് പഠിക്കണമെങ്കിലോ എന്ത് വേണമെങ്കിലോ ഒക്കെ ചെയ്യാം. എന്നിട്ട് എക്സാം ഹാളിൽ ഈ 1:30 എന്നുള്ള സമയമാക്കാൻ നിൽക്കരുത്. ഞാൻ അങ്ങനെ ചെയ്തു. കാരണം എനിക്കറിയാം, എനിക്ക് ടോയ്ലറ്റ് പോകാനുള്ള ടെൻഡൻസി നന്നായിട്ട് ഉണ്ടാവാറുണ്ട്. പരീക്ഷയും ടെൻഷനും കൂടി ആകുമ്പോൾ പിന്നെ പറയണ്ട. പിന്നെ എന്താ, മഴക്കാലവും കൂടിയാണ്. അപ്പോൾ ആ സമയത്ത് ടോയ്ലറ്റ് പോകാനുള്ള ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും ഉണ്ടാവും. ഓക്കെ, പൊതുവേ അത് കൂടുതലുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ എന്ത് ചെയ്തു, എക്സാം ഹാളിൽ കയറുന്നതിന് 5 മിനിറ്റ് മുമ്പ് പോകാമെന്ന് തീരുമാനിച്ചിട്ട് അതുവരെ ചുമ്മാ ബുക്ക് ഇങ്ങനെ മറച്ചിട്ടുകൊണ്ടിരുന്നു. പുറമെ ഹോളൊന്നും പോയി നോക്കിയില്ല. ഹോള് ഞാൻ എൻ്റെ അനിയനെ പറഞ്ഞയച്ചു നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ വന്ന് പറഞ്ഞു 2ാമത്തെ ഫ്ലോറിൽ 10ാമത്തെ റൂമാണെന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ അത് ബുക്ക് മറച്ചിട്ട് നോക്കുന്നതിന്റെ ഇടയിൽ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ മറന്നുപോയി. അത് പിന്നെ എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ലാസ്റ്റ് 5 മിനിറ്റ് ഉള്ളപ്പോൾ ടോയ്ലറ്റ് പോയി നോക്കിയപ്പോൾ ഇപ്പൊ 5 ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അതിൽ 4 എണ്ണത്തിനും എന്തില്ല, കൊളുത്തില്ല. ഉള്ളില് നമുക്ക് കുറ്റിയിടാൻ കഴിയുന്നില്ല. ഇതെനിക്കറിയില്ലല്ലോ. ഞാൻ ഓരോന്നിലും കയറുന്നു ഇറങ്ങുന്നു. അവസാനത്തിലേക്ക് കയറാൻ നോക്കിയപ്പോൾ അതിൽ ഓൾറെഡി ഒരാളുണ്ട്. അങ്ങനെ ആ ആളെ വെയിറ്റ് ചെയ്യുന്നു. 5 മിനിറ്റേ ഉള്ളൂ കേട്ടോ. അപ്പോഴാണ് ഞാൻ ഈ മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പൊ എനിക്ക് ടെൻഷനായി. അയ്യോ, ഇവരിപ്പോൾ ഇറങ്ങൂലേ, ഇവരിറങ്ങിയിട്ട് വേണം എനിക്ക് കയറാൻ. അങ്ങനെ കയറുന്നു, ഇറങ്ങുന്നു. പിന്നെ പെട്ടെന്നുള്ളൊരു ധൃതിയിൽ എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ അവനെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് ഓടുക, ഹോൾ ടിക്കറ്റും പെന്നും ഇതൊക്കെ എടുത്ത് ഓടുകയാണ് ഹാളിലേക്ക്. എക്സാം ഹാള് നമ്പർ അവൻ പറഞ്ഞത് മറന്നുപോയി, ഫ്ലോർ പറഞ്ഞത് മറന്നുപോയി, എല്ലാം മറന്നുപോയി ആ ഒരു വെപ്രാളത്തിൽ. ഓക്കെ, എന്നിട്ട് ഓടുന്ന സമയത്താണ് എനിക്ക് എന്തോ ഭാഗ്യത്തിന് ഞാൻ വീണ്ടും നമ്മുടെ ഹോൾ ടിക്കറ്റിലെ നമ്പർ വെച്ചിട്ട്, നമുക്ക് നമ്പറൊന്നും ബൈ ഹാർട്ട് അല്ലല്ലോ നോക്കാൻ വേണ്ടിയിട്ട്, ആ നമ്പർ നോക്കി ഞാൻ ബോർഡിൽ വീണ്ടും നോക്കണം, കുറച്ച് സമയമുള്ളൂ. ആ സമയത്താണ് ഞാൻ ഈ ധൃതി പിടിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, 2nd ഫ്ലോറിൽ ഇത്രാമത്തെ നമ്പർ ആണെന്നുള്ളത് ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ ചോദിച്ചു അവിടെയുള്ള ആളോട് ഈ നമ്പർ എവിടെയാണെന്നുള്ളത് ചോദിച്ചപ്പം എൻ്റെ മുന്നിൽ പോകുന്ന കുട്ടി പറഞ്ഞു 10ാമത്തെ നമ്പർ അല്ലേ, എൻ്റെ കൂടെ പോരെ, ഞാൻ അങ്ങോട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓടാൻ നിൽക്കുമ്പോഴാണ് ഒരു സാറ് പറയുന്നത് വാച്ച് കെട്ടാൻ പറ്റൂല. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഓ ഞാൻ വാച്ച് കെട്ടിയിട്ടുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ഈ വാച്ച് ഞാൻ എവിടെ കൊണ്ടുവയ്ക്കും? എൻ്റെ ബാഗും ഫോണും എല്ലാ കാര്യങ്ങളും എൻ്റെ അനിയൻ കൊണ്ടുപോയി. അവൻ പുറത്തു പോയി. കാരണം ഈ ഒരു സമയത്തിനുള്ളിൽ എല്ലാവരും പുറത്തേക്ക് പോകണമല്ലോ ഗേറ്റ് കടന്നിട്ട്. അപ്പം ഞാൻ ഈ വാച്ച് അഴിച്ചു വെക്കാൻ വേണ്ടി മാത്രം ക്ലോക്ക് റൂമിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. വാച്ച് അവിടെ വെക്കുന്നു, ഓടുന്നു. ഫുൾ ഓട്ടമായിപ്പോയി ആ പരീക്ഷ അടുപ്പിച്ചിട്ടുള്ള 2-3 മിനിറ്റ്. അത് നമ്മൾ എന്താ പറയുക. പിന്നെ 2nd ഫ്ലോറാണ്. സ്റ്റെപ്പ് കയറി അവിടെ എത്തി. ഹാളിൽ എത്തിയപ്പോഴേക്കും അവിടെ ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ട്. ഞാൻ മാത്രമേ വരാത്തതുള്ളൂ. ഞാൻ എന്നിട്ട് അവിടെ പോയി ഇരിക്കുന്നു. അപ്പം നമുക്കൊരു കിതപ്പായിരിക്കും അല്ലേ. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ഉണ്ടാക്കി വെക്കരുത്. ഓക്കെ, അങ്ങനത്തെ ഒരു ധൃതി പിടിച്ചിട്ടുള്ള കാര്യങ്ങൾ, വെപ്രാളം, ഇതേപോലെ ഓടിപ്പോയിട്ട് ഇരിക്കുക, അങ്ങനത്തെ ഒന്നും ചെയ്യരുത്. നമ്മൾ വളരെ കൂളായിരിക്കണം. ടോയ്ലറ്റിൽ പോകാനുള്ളവരൊക്കെ എന്ത് ചെയ്യുക, കുറച്ച് നേരത്തെ പോവുക. ഓക്കെ, നേരത്തെ പോയിട്ട് ശാന്തമായിട്ട് നമ്മുടെ ഹാളും നമ്മുടെ സീറ്റും നമ്പറും ഒക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് അവിടെ പോയിട്ട് എല്ലാ കാര്യങ്ങളും വെച്ച് അവിടെ ഇരിക്കുക. അവിടെ ഇരുന്നിട്ട് എന്താണ് പഠിച്ചതൊക്കെ ആലോചിച്ച് നോക്കണമെന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ ഇതിനനുസരിച്ചിരിക്കും. ഞാൻ പഠിച്ചതൊന്നും ആലോചിച്ചില്ല. അപ്പോഴും എൻ്റെ ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദയ്ക്കൊന്നും ടോയ്ലറ്റിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല ഓടിയതുകൊണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ ആ അരമണിക്കൂർ എന്താണെന്നറിയോ ആലോചിച്ചത്, ഈശ്വര ടോയ്ലറ്റിൽ പോകാൻ ഉണ്ടാവരുതേ. ഇതാ ഞാൻ ആലോചിച്ചത്. അതുകൊണ്ട് ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും ആരും ചെയ്തു വെക്കരുത്. അങ്ങനെ ഹാളിൽ ഉണ്ടായ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇതാണ്, ഒരാൾക്ക് എന്ത് പറ്റിയില്ല, ഡേറ്റുകൾ തമ്മിൽ വ്യത്യാസം, ഡേറ്റ് ഓഫ് ബർത്ത് തമ്മിലുള്ളൊരു വ്യത്യാസം. ഓൾറെഡി ആ ആള് ടെൻഷനായിട്ടുണ്ടാവും. പിന്നെ ചിലർ വരുത്തി വെച്ച മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, OMR ഷീറ്റ് കിട്ടിയിട്ട് അത് ബബിൾ ചെയ്യുന്ന കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കാം. അതായത് കൃത്യമായിട്ട് ഹോൾ ടിക്കറ്റിലെ നമ്പർ എന്താണ് ഇന്നേ എന്നെ ഒന്ന് നോക്കി വെക്കുക, എൻ്റെ നമ്പർ ഇന്നതാണ്. അല്ലാതെ ആ ഹാളിൽ ഇരുന്നിട്ട് ആദ്യമായിട്ട് ആ നമ്പർ കാണുന്ന ഒരു എഫക്റ്റ് ഉണ്ടാക്കി വെക്കരുത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഡിജിറ്റും വായിച്ച് കൃത്യമായിട്ട് നമ്മുടെ രജിസ്റ്റർ നമ്പർ അതിൽ ഫില്ല് ചെയ്യുക. പിന്നെ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതാനുള്ളൊരു സ്ഥലമുണ്ട്, നമ്മുടെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എഴുതാനുള്ളൊരു സ്ഥലമുണ്ട്. അതൊന്നും മാറിപ്പോവാതെ തന്നെ കൃത്യമായിട്ട് ചെയ്യാം. അത് തെറ്റിച്ചവർ എൻ്റെ ഹാളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്ത് കൊടുക്കും, ഒരു ബ്ലേഡ് പോലത്തെ എന്തെങ്കിലും കൊടുക്കും. എന്നിട്ട് അത് ഇതാക്കാൻ പറയും, ചുരണ്ടാൻ പറയും. ഓക്കെ, അതൊക്കെ ആ സമയത്ത് നമുക്ക് ഒരുമാതിരി അല്ലേ. അതുകൊണ്ട് അങ്ങനത്തെ മിസ്റ്റേക്കുകളൊന്നും ആരും വരുത്തരുത്. ഓക്കെ, അതൊക്കെ ശ്രദ്ധിക്കുക.
ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മഴയാണ്, അതുകൊണ്ട് ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. സോ വെള്ളമൊന്നും ഒരുപാട് കുടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അതൊന്നും ചെയ്യാണ്ടിരിക്കുക. പിന്നെ എന്താ, കുട്ടികളെ എടുത്തൊക്കെ എക്സാം ഹാളിലേക്ക് പോകുന്നവരോട് അന്നത്തെ ദിവസം കുട്ടികളെ വീട്ടിൽ വെച്ച് പോകാൻ പറ്റുവാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അല്ലാതെ കുട്ടികളെ എടുത്ത് നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ മാറുന്ന സമയത്ത് പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ, അല്ലെങ്കിൽ അവർ കരയോ നമ്മളെ വിടാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടായാൽ അത് കുറച്ചൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പം നമുക്ക് അവിടുന്ന് ഹാളിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അതൊക്കെ ഓർമ്മ വരും. അയ്യോ, ഹസ്ബൻഡോ അല്ലെങ്കിൽ അമ്മയോ ആരെങ്കിലും ആയിരിക്കും കുട്ടീനെ എടുത്തിട്ട് പുറത്തുണ്ടാവുക, അവർ ബുദ്ധിമുട്ടാവുമല്ലോ, ആ കുട്ടി കരയോ ആയിരിക്കോ, അല്ലെങ്കിൽ ആ കരച്ചിൽ നമ്മുടെ ഹാളിലേക്ക് കേൾക്കോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും പലർക്കും. സോ കുട്ടികളൊക്കെ നല്ല വീട്ടിൽ അമ്മേനെയോ ഹസ്ബൻഡിനെയോ ഒക്കെ ഏൽപ്പിച്ച് സേഫായിട്ട് എക്സാമിന് പോകുന്നതായിരിക്കും നന്നാവുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഏത് മിസ്റ്റേക്കുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാം, ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എന്താ പറയാ, മഴയാണല്ലോ, പല സ്ഥലത്തും വെള്ളം കയറുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ല രീതിയിൽ ഹാളിൽ എത്താൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അത് നമുക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയണേ എന്നുള്ളത് രീതിയിൽ നല്ല പോസിറ്റീവായിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ സാധിക്കും, ഉറപ്പായിട്ടും പറ്റും. കാരണം UPSCക്ക് വരുത്തിയ മിസ്റ്റേക്കുകളൊന്നും വരുത്താതെ എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല, എനിക്ക് പറ്റിയ ഈ മിസ്റ്റേക്കുകൾ നിങ്ങളോടും കൂടി പറയണമെന്ന് തോന്നി. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിത് ശ്രദ്ധിക്കുക. പരീക്ഷയ്ക്ക് കയറുന്നതിന് മുമ്പേ ഇങ്ങനത്തെ ധൃതി പിടിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, പിന്നെ ആ 1.5 മണിക്കൂർ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും നമ്മുടെ റിസൾട്ട്. ഓക്കെ, നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണ് എങ്കിൽ വിട്ട് തൊട്ടടുത്തയിലേക്ക് പോവാം. അല്ലാതെ അയ്യോ എനിക്കിത് അറിയില്ലല്ലോ, ഞാൻ എത്ര പഠിച്ചതാ, എന്നിട്ട് എനിക്കിത് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തത് എന്താണെന്നൊന്നും അതിനൊന്നും നമുക്ക് സമയമില്ല. മാത്സ് ഒക്കെ സ്പീഡ് ചെയ്യാം, സ്പീഡ് ചെയ്ത് തെറ്റിക്കരുത്. മാത്സ് ചെയ്ത് സമയം പോയി എന്നാണ് പലരും പറയാറ്. മാത്സ് അവസാനത്തേക്ക് വെച്ചു, എനിക്ക് സമയം കിട്ടിയില്ല, അങ്ങനെയൊന്നും ചെയ്യേണ്ട. നിങ്ങൾ ഓർഡറിൽ തന്നെ ചെയ്തോ. ഞാൻ എപ്പോഴും ഓർഡറിലാണ് ചെയ്യാറ്, 1 മുതൽ 100 വരെ ഓർഡറിലാണ് ചെയ്യുക. അല്ലാണ്ട് ചില ഭാഗം സ്കിപ്പ് ചെയ്ത് പോയാൽ ചിലപ്പം നമുക്ക് തന്നെ അതൊരു കൺഫ്യൂഷനാവും, OMRലെ നമ്പറൊക്കെ മാറിപ്പോവും. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക. നിങ്ങളെ കംഫർട്ട് അനുസരിച്ചാണ് ചെയ്യേണ്ടതെങ്കിൽ പോലും എന്താ പറയുക, സമയമൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തൊന്ന് നമുക്ക് ഇൻവിജിലേറ്ററോട് ചോദിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ബെല്ലടിക്കുമെങ്കിലും സമയം എത്രയായി എന്ന് ചോദിക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ ആ സമയം കൂടി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാത്സ് ചെയ്ത സമയം ഒരുപാട് പോവുകയാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തയിലേക്ക് പോവുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എക്സാം ടഫായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും എക്സാം ടഫായിരിക്കും എന്ന് ചിന്തിച്ചാൽ മാത്രം മതി കേട്ടോ. ഓക്കെ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതിൻ്റെത് ആ ഒരു 1.5 മണിക്കൂർ കൊണ്ടുപോയിട്ട് കളയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത്. ആ സമയത്ത് നമ്മൾ വളരെ കൂളായിട്ട് ഓരോ ക്വസ്റ്റ്യനെ സമീപിക്കുക, നിങ്ങളെ കൊണ്ട് പറ്റും. ഓക്കെ, പിന്നെ എക്സാമിന് പോകുന്നതിൻ്റെ ഒരു 3-4 മണിക്കൂർ അല്ല 2-3 മണിക്കൂർ മുമ്പേ ഞാൻ എൻ്റെ കയ്യിലുള്ള ഷോർട്ട് നോട്ടുകൾ അതാണ് വായിച്ചിട്ട് പോയത്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഷോർട്ട് നോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മറച്ചിട്ടിട്ടൊക്കെ നോക്കുക. അതും വെപ്രാളത്തിൽ നോക്കിയിട്ട് കാര്യമില്ല, വളരെ കൂളായിട്ട് തന്നെ ഓരോ പേജും ഇങ്ങനെ മറച്ചിട്ട് ഒന്ന് കണ്ണോടിച്ചിട്ടൊക്കെ പോകാൻ പറ്റിയാൽ നല്ലതാണ്. അതേപോലെ മാത്സിൽ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അവസാന നിമിഷത്തിൽ നോക്കുക. പിന്നെ പല കോഡുകളും വെച്ചൊക്കെ ആയിട്ടായിരിക്കും ഓരോന്ന് പഠിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ കോഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അവസാന നിമിഷം നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതണം. പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു വീഡിയോന്റെ അടിയിൽ, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം, അതിനടിയിൽ നിങ്ങളുടെ കമന്റ്സിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഞാൻ. നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റിയെന്ന് തന്നെ എല്ലാവർക്കും പറയാൻ പറ്റട്ടെ. ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി വെയിറ്റ് ചെയ്യാം. അപ്പം ഞാനും നിങ്ങൾക്ക് വേണ്ടി എന്തായാലും പ്രാർത്ഥിക്കും. എനിക്ക് LPSA ഇല്ലാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, അപ്പൊ UPSA കഴിഞ്ഞു. അതിന്റെ ഹാങ് ഓവറിലൊന്നും ഇപ്പൊ ആരും ഇരിക്കുന്നുണ്ടാവില്ല. എന്തായാലും ഇതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ് എല്ലാവരും എന്ന് എനിക്കറിയാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് ആ ഒരു സമയം നല്ല രീതിയിൽ ഉപയോഗിക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.